Anish, NCLEX trainers at Athena Coaching Center. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും RN എക്സാമിന്റെ പ്രിപ്പറേഷൻ നന്നായിട്ട് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ NCLEX RN എക്സാമിന് വളരെ കോമൺ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So here is the question. An intoxicated client is not wearing seat belt, drives into a metal barricade near the entrance to the emergency department, and the client's head has hit the windshield and the client is unconscious. What nurse actions are appropriate? Select all that apply. So ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒരു സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് മീൻസ് സാറ്റ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് നമുക്ക് സാറ്റ ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ നമ്മൾ ആൻസേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടും സാധാരണ സ്റ്റുഡൻസിന് ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം ഓപ്ഷൻസിലേക്ക് നോക്കുന്നതിന് മുന്നേ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷനും ക്വസ്റ്റ്യൻ്റെ ആ മീനിങ്ങും പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇവിടെ ഒരു പേഷ്യൻ്റ് ഇൻടോക്സിക്കേറ്റഡ് ആണ്. പേഷ്യൻ്റ് ഈസ് നോട്ട് വെയറിങ് സീറ്റ് ബെൽറ്റ് ആൻഡ് പേഷ്യൻ്റ് ഈസ് ഡ്രൈവിംഗ്. ഓക്കെ, അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടുള്ള പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഡ്രൈവ് ചെയ്തിട്ട് മെറ്റൽ ബാരിക്കേഡിൽ ഡ്രൈവ് ചെയ്ത് കയറി. ഓക്കെ, ഓൾ ഓഫ് സഡൻ എന്ത് സംഭവിച്ചു? പേഷ്യൻറ്റിൻ്റെ ഹെഡ് വിൻഡ്ഷീൽഡിൽ കൊണ്ടുപോയി തലയിടിച്ചു. മനസ്സിലാവുണ്ടോ? അപ്പോൾ പേഷ്യൻറ്റ് സീറ്റ് ബെൽറ്റ് വെയർ ചെയ്തിട്ടില്ല. നോർമലി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യുമ്പോൾ സഡൻ ആയിട്ടൊരു ഇഞ്ചുറി ഉണ്ടായിരുമ്പോൾ സഡൻ ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് മൂവ് ചെയ്യുന്ന വണ്ടി പോയി ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ സീറ്റിൽ തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാനാണ് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യാത്തത് ബോഡിയിൽ ഇഞ്ചുറിയിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രൈവ് ചെയ്യുന്ന പേഷ്യൻ്റ് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബോഡി എവിടെയെങ്കിലും ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രോബ്ലമാണ് ബോഡിയിലെ ഇഞ്ചുറി. അത് ഹെഡ് ഇഞ്ചുറിയിലേക്ക് ലീഡ് ചെയ്യാം. ബിക്കോസ് ഹെഡ് പോയിട്ട് വിൻഡ് ഷീൽഡിൽ പോയി തട്ടുന്നു. അവിടെ നിന്ന് സഡൻ ആയിട്ട് പേഷ്യൻ്റ് മൊബിലൈസ് ചെയ്യുന്ന ആ സെയിം ഫോഴ്സിൽ ചിലപ്പോൾ പേഷ്യൻ്റ് പുറത്തേക്ക് തെറിച്ച് പോകാനും ടെൻഡൻസി ഉണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോഴ്സ്ഫുള്ളി പോയിട്ട് തട്ടും. ഓക്കെ, അത് ഹെഡ് ഇഞ്ചുറിയിലേക്ക് ലീഡ് ചെയ്യാം. അതുകൂടാതെ നെക്ക് ഇഞ്ചുറിയിലേക്ക് ലീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് എപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ എന്തൊക്കെ നഴ്സിംഗ് ആക്ഷൻ ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹിയർ ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. അസസ് ദ client for a carotid pulse. Okay, so first option, assess the client for carotid pulse. Okay, here the patient is unconscious. പ്രത്യേകം ശ്രദ്ധിക്കുക, അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. Number 1 is breathing and number 2 is pulse. I repeat, when the patient is unconscious, you have to assess carotid pulse. Additionally, you need to assess the breathing of the patient. Okay, ഇത് രണ്ടുമാണ് ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. സെക്കൻഡ്, ഇവിടെ പറഞ്ഞിരിക്കുന്നു GCS. ഓക്കെ, GCS ആവശ്യമുള്ളതാണോ? ഇവിടെ ഹെഡ് പോയിട്ട് ഒരു ഒബ്ജക്റ്റിൽ കൊണ്ടിരിക്കുമ്പോൾ ഹെഡ് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി GCS ഇമ്പോർട്ടൻ്റ് ആണ്. അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആയതുകൊണ്ട് പൾസ് ചെക്ക് ചെയ്യണം. ഹെഡ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടും നെക്ക് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടും GCS is also very important. And third is opening the airway by head tilt and chin lift maneuver. Head tilt and chin lift maneuver, a really important maneuver to open the airway. Opening the airway is something which is really important, but opening airway by head tilt and chin lift maneuver is not applicable here. ഈ ഒരു സിറ്റുവേഷനിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ബിക്കോസ് ഇവിടെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ പേഷ്യൻറ്റിന് സസ്പെക്ട് ചെയ്യുന്നത് ഹെഡ് ഇഞ്ചുറി അഡീഷണലി ടു ദ സെർവിക്കൽ ഇഞ്ചുറി. അപ്പോൾ സെർവിക്കൽ ഇഞ്ചുറി കൂടെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ സെർവിക്കൽ ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് ഒരു കാരണവശാലും ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മാനുവർ യൂസ് ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ യൂസ് ജോ ത്രസ്റ്റ് മാനുവർ. ഓക്കെ, സോ ജോ ത്രസ്റ്റ് മാനുവറിലാണ് എയർവേ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല. സോ യു ക്യാൻ റിമൂവ് ദിസ്. സോ ഐ ജസ്റ്റ് മേക്ക് എ ക്രോസ് ഹിയർ and place the heart cervical collar. This is also something really important. ഒരു പേഷ്യൻറ്റ്
ഹെഡ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്താൽ അല്ലെങ്കിൽ നെക്ക് ഇഞ്ചുറി സസ്പെക്ട് ചെയ്താൽ ഫർദർ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നെക്കിനെ ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ ഐ ക്യാൻ സെലക്ട് ദിസ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് റിമൂവ് ദ ക്ലൈന്റ് ഫ്രം ദ കാർ ഓൺ ടു എ ബാക്ക് ബോർഡ്. ഇസ് ദിസ് നെസസറി? ഈ ഒരു ഓപ്ഷൻ ആവശ്യമുണ്ടോ? പേഷ്യൻറ്റിനെ കാറിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് ഒരു ബാക്ക് ബോർഡിലേക്ക് മാറ്റുക. ഓക്കെ, സോ അത് ആവശ്യമാണോ? സോ ഡെഫിനറ്റ്ലി ഇവിടെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിട്ട് കാറിനകത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് പേഷ്യൻറ്റിനെ ഒരു സേഫർ പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈയിൽ ഏതൊക്കെ ആൻസേഴ്സ് വന്നു? ഇവിടെ ടോട്ടൽ 5 റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഈ 5 റെസ്പോൺസിൽ 4 റെസ്പോൺസ് കറക്റ്റും 1 റെസ്പോൺസ് റോങ്ങുമാണ്. സോ ഇവിടെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ആക്ച്വലി ഓപ്പണിംഗ് ദ എയർവേ വിച്ച് ഇസ് സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ്, ബട്ട് അവിടെ ഒരു ഹെഡ് ടിൽറ്റ് ആൻഡ് ചെയിൻ ലിഫ്റ്റ് മാനുവർ ആയതുകൊണ്ട് മാത്രം ഇത് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതിൻ്റെ കീ പോയിന്റ്സ് ഓർത്തിരിക്കുക. നമ്പർ 1, എവിടെയെങ്കിലും ഒരു ഹെഡ് ഇഞ്ചുറി, നെക്ക് ഇഞ്ചുറി സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണെങ്കിൽ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ ഹെഡ് ഇമ്മൊബിലൈസ് ചെയ്യണം, ഹെഡ് ആൻഡ് നെക്ക് ഇമ്മൊബിലൈസ് ചെയ്യണം. ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് അൺകോൺഷ്യസ് you need to assess the breathing and pulse. ഇത് രണ്ടും assess ചെയ്യണം. And then in case of a neck injury or if you suspect neck injury, you have to open the airway of the client, but you should not use head tilt and chin lift maneuver. You have to, instead of that, you need to use jaw thrust maneuver. Okay, so ഇത്രയും പോയിന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പോയിന്റ്സ് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പിന്നെയും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ക്വസ്റ്റ്യൻ്റെ കീ എന്താണ്. ബിക്കോസ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ കീ ബേസ് ചെയ്ത് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.